ഹായ്, വി ആർ ഫ്രം ടെക്നോളജ്. ഞാൻ റെയ്ഹാന. ഞാൻ ശൃംഗ. ഇവിടെ QA ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യും. ഒരു ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമോ ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയും? ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ആ ട്രെയിനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഇന്റേൺഷിപ്പ് ഇവിടെ ടെക്നോളജിയിൽ ഇന്റേൺഷിപ്പ് കിട്ടുന്നത്. ആക്ച്വലി ഈ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഇൻഡസ്ട്രി ആയിട്ടുള്ള ആംബിയൻസിൽ നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കുറെ കിട്ടും. അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും അതിപ്പോ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാള് നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കുക. അതായത് നമ്മൾക്കുള്ള സ്കില്ല് ഇങ്ങനെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരിക. അവിടെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. പക്ഷെ ഒരു ഇന്റേൺഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് അവിടെ കിട്ടുന്നത്. അത് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആണ്. അപ്പൊ ഈ പ്രാക്ടിക്കൽ സ്കിൽസ് ബെറ്റർ ഏതിലായിരിക്കും? അത് തീർച്ചയായിട്ടും ഇന്റേൺഷിപ്പ് തന്നെ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി നമ്മുടെ ട്രെയിനിങ് പീരീഡ് നമുക്ക് അത്ര ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇന്റേൺഷിപ്പിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ടാസ്ക് കിട്ടും. പിന്നെ അവിടെയുള്ള റിയൽ ടൈം പ്രോജക്റ്റ് നമുക്ക് എൻഗേജ് ചെയ്യാം, അത് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. പിന്നെ കൊളാബറേറ്റ് ചെയ്ത് നെറ്റ്വർക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ പ്രോജക്ട്സ് ഉള്ളത് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ഒരു ഇന്റേൺഷിപ്പ് എന്ന നിലയിൽ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ട്രെയിനിങ് പീരീഡിൽ അത്ര കിട്ടില്ല. അപ്പം ഇന്റേൺഷിപ്പ് ആണ് കൂടുതൽ പ്രിഫറബിൾ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഒരു കമ്പനിയുടെ വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഹയറിങ്സിന്റെ കേസസ് വരുമ്പോൾ ഒരു ഇന്റേൺസിനായിരിക്കും അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്കായിരിക്കും? അത് ഓരോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ചില കമ്പനീസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അവര് അങ്ങനെ, പക്ഷെ മോസ്റ്റ് ഓഫ് ദ കമ്പനി എനിക്ക് തോന്നുന്നു ഇന്റേൺഷിപ്പ് ചെയ്തവരെ ആയിരിക്കുള്ളൂ. കാരണം ഇന്റേൺഷിപ്പ് ആകുമ്പോഴത്തേക്കും അവർക്ക് ഓൾമോസ്റ്റ് ഓരോ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഓൾറെഡി ഉള്ളവരായിരിക്കും. അപ്പൊ അവർക്ക് കുറെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാവും. കാരണം അവർ ഇത്രയും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, കരിയറിൽ അത്യാവശ്യം കൊള്ളാം. അങ്ങനെയുള്ള ഒരു, അതായത് കുറച്ചും കൂടി സ്കിൽഡ് ആയിരിക്കും. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കുറെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് മോസ്റ്റ് ഓഫ് ദ കമ്പനി ഇന്റേൺഷിപ്പ് ചെയ്തവരെയായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഒരു സർട്ടിഫൈഡ് ട്രെയിനിങ് കോഴ്സ് ആണോ അല്ലെങ്കിൽ ഒരു ഹാൻഡ്സ് ഓൺ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ഇന്റർവ്യൂല് മുൻതൂക്കം ഉണ്ടാവുക? അത് ഇന്റേൺഷിപ്പിൽ തന്നെ ആയിരിക്കും മുൻതൂക്കം ഉണ്ടാവുക. കാരണം ഒരു ഇന്റർവ്യൂവില് നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ, അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അവർ നമ്മളടുത്ത് ടൂൾസ് കാര്യങ്ങൾ, അതായത് ഒരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസിന്റെ രീതിക്ക് തന്നെ ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്ത നോളജ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇന്റർവ്യൂ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം അത് നല്ലൊരു ബെനിഫിറ്റ് തന്നെ ആയിരിക്കും. ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ. ഒരു സർട്ടിഫൈഡ് ട്രെയിനി ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുറെ അവരിങ്ങനെ പഠിപ്പിക്കുന്നു, അത് നമ്മൾ പഠിച്ചെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇതില് നമുക്ക് അത്ര നല്ല രീതിക്ക് നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് അവരെന്തൊക്കെയോ പഠിപ്പിച്ചിരുന്നു ഇന്റർവ്യൂവിന്, നമുക്കത് എത്രത്തോളം നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അത് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ഒരു ഇന്റേൺഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നമ്മളുടെ ഒരു നോളജ്, നമ്മൾ തിയറിറ്റിക്കൽ നോളജ് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഇന്റർവ്യൂ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ ഇന്റേൺഷിപ്പ് തന്നെയാണ് നല്ലതാണ് എൻ്റെ ഒരു. ഇപ്പൊ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇപ്പൊ ഇന്റേൺഷിപ്പിന് പോകണമെന്നാണോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിന് പോകണമെന്നാണോ, ഇതിൽ ഏതായിരിക്കും റെക്കമെൻഡ് ചെയ്യുക? ഞാൻ തീർച്ചയായിട്ടും ഇന്റേൺഷിപ്പ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം മറ്റേതൊരു ക്ലാസ് കൾച്ചർ ആണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു ട്രെയിനിങ് പീരീഡ് വരുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരു, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ക്ലാസ് എടുക്കുക, അത് നമ്മൾ പഠിക്കുക, അങ്ങനത്തെ രീതിക്കുക. പക്ഷെ അതിനേക്കാളും ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് തന്നെയാണ് നല്ലത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു നമ്മൾ തിയറിറ്റിക്കൽ നോളജ് നമുക്കൊരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാനും, പിന്നെ നമുക്കൊരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാ വർക്ക് ചെയ്യണ്ടേ, വർക്ക് കൾച്ചറൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ആൾക്കാരായിട്ടുള്ള നെറ്റ്വർക്കിങ്, പോരാതെ ഒരുപാട് സോഫ്റ്റ് സ്കിൽസ്, പ്രോബ്ലം സ്കില്ലിങ്, അങ്ങനത്തെ ഒക്കെ നമുക്ക് കുറച്ചും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രി ആണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്.
പേഴ്സണൽ ഗ്രോത്തും കോൺഫിഡൻസും ഒക്കെ എങ്ങനെയാണ് ഈ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം വഴി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഒരു ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഓരോ പ്രോജക്റ്റ് വരും, ടാസ്ക് വരും. അപ്പൊ അതിനൊക്കെ എന്താ ഡെഡ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഡെഡ് ലൈനൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ടാസ്ക് ഒരു റിയൽ പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ്, ആഹാ നമുക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തായാലും ഒരു ഇൻഡസ്ട്രി നിൽക്കുന്ന സമയത്ത്, അതായത് ടെക്നോളജി ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും അതിനനുസരിച്ച് നമ്മൾ എന്തായാലും നമ്മളെ കരിയർ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. ഓരോ പുതിയ പുതിയ ടൂൾസ് ആണെങ്കിലും, പിന്നെ നമുക്ക് എന്താ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ അതൊന്നും എന്താ പ്രോബ്ലം സോൾവിങ് അങ്ങനത്തെ കുറെ സോഫ്റ്റ് സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. പക്ഷെ ഒരു ട്രെയിനിങ് പീരീഡ് എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അതായത് ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക, ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒരു ദിവസം ഇത്രയും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, നമ്മൾ ഇത്രയും പഠിച്ചു അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമായിരിക്കും. പിന്നെ നമ്മൾ പേഴ്സണൽ ഗ്രോത്ത് വരുമ്പോഴത്തേക്കും അവിടെ ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ എന്താ നമുക്കൊരു എന്താ ഇൻഡസ്ട്രിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ എല്ലാവരും സ്കിൽഡ് ആണ്. അപ്പൊ നമ്മളും ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി എന്താ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു ഗ്രോത്തിന് വേണ്ടി നമ്മൾ എന്താ ഒരുപാട് കാര്യങ്ങൾ, പുതിയ ടൂൾസ് ഒക്കെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. ഇപ്പൊ ഒരു ടോപ്പ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു നല്ല വാല്യൂഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും ആയിരിക്കോ, അല്ലെങ്കിൽ അതിനെക്കാട്ട് വാല്യുബിൾ ഉണ്ടായിരിക്കോ ഈ അൺനോൺ ഇന്റേൺഷിപ്പിന്? ഇറ്റ് ഡിപ്പെൻസ്. കാരണം അത് എന്താ ഇപ്പം ഒരു അൺനോൺ ഇൻഡസ്ട്രി നമ്മൾ എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു റിയൽ ടൈം പ്രോജക്റ്റോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ, അവിടുന്ന് എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് തീർച്ചയായിട്ടും അത് ഒരിക്കലും നമുക്ക് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു എന്താ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ട്രെയിനിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ ഹാൻഡ്സ് ഓൺ, അതായത് ചില കോഴ്സ് അവർ കണക്ട് ആയിട്ട് നമുക്ക് പ്ലേസ്മെന്റ് അല്ല, നമുക്ക് ട്രെയിനിങ് ആയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് പ്രോജക്റ്റ് ഒക്കെ റിയൽ ടൈം ആയിട്ട് എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ചിലപ്പോൾ അവർ ഇന്റേൺഷിപ്പ് കണക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ തരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആണ്. കാരണം നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ്. പിന്നെ അൺനോൺ കമ്പനീസിൽ നല്ല നല്ല പ്രൊജക്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്താ തീർച്ചയായിട്ടും ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് എന്താ ക്രാക്ക് ചെയ്യേണ്ട സമയത്ത്, അതായത് മീൻ ഇന്റർവ്യൂവിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കുറെ ടൂൾസ് അറിയാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഓക്കെയാണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ, അപ്പം ഇതുവരെ എന്തൊക്കെയാ പഠിച്ചത്? അങ്ങനെ ചോദിച്ചാൽ ടെക്നോറസിൽ ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് 1 മാസം ആവുന്നു. അപ്പോ എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് തോന്നി. കാര്യം എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് ഒരുപാട് എന്താ പറഞ്ഞ പോലെ, അതായത് എനിക്ക് ഉണ്ടായ തിയററ്റിക്കൽ നോളജ് ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ, കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റി. പിന്നെ എന്താ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റി. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ QA ഇന്റേൺ ആയിട്ടാണല്ലോ, അപ്പം അവിടെ QAയിൽ തന്നെ ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് QAനെ സംബന്ധിച്ച് ഒരു ക്ലയന്റ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എന്താ ചെയ്യുക. അപ്പം എങ്ങനെയാണ് ഒരു ക്ലയന്റ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുക എന്നുള്ള ഒരു നോളജ് എനിക്ക് കിട്ടി. പിന്നെ ഒരുപാട് എന്താ ഇഷ്യൂസ്, അതായത് എങ്ങനെയാണ് ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റുക, ഇഷ്യൂസ് കണ്ടുപിടിക്കുക, അതിനെക്കുറിച്ച് എനിക്ക് എന്താ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി ഇവിടെ വന്നിട്ട്. പിന്നെ എങ്ങനെയാണ് എന്താ ഒരു കമ്പനി കൾച്ചറിൽ, അതായത് ഈ ടെക്നോറസി കമ്പനി വന്നിട്ട് എനിക്ക് ഒരുപാട് പ്രൊജക്റ്റുമായിട്ട് ഉള്ള ഇത് നോളജ് കിട്ടി. പിന്നെ ഒരുപാട് അതായത് ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും, എൻ്റെ കരിയർ ഗ്രോത്ത് ടെക്നിക്കൽ മാത്രമല്ല എന്താ എൻ്റെ സോഫ്റ്റ് സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ശൃംഗ, അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ കോർപ്പറേറ്റ് ചെയ്തിരുന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.